ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്നുവരെ ജീവിപ്പാൻ ദൈവം തന്ന ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഞാൻ കുര്യൻ എം ചാക്കോ. ഫിലിപ്പിയ ലേഖനത്തിലെ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ പൗലോസ് എഴുതിയ മറ്റു ലേഖനങ്ങളെ അപേക്ഷിച്ച് അനുയായികൾ എടുത്തു കാട്ടുന്നത് കുറവും ശ്ലാഘിക്കുന്നത് അധികവുമായി കാണുന്നു. ഈ ലേഖനം ഫിലിപ്പി സഭയുടെ സ്ഥിതിയെക്കുറിച്ച് ഉത്കൃഷ്ടമായ ആശയത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഉപദ്രവകാലത്ത് വിശ്വാസ സ്ഥിരതയുടെ ആവശ്യം ഫിലിപ്പിയർ 1:29 എടുത്തുകാട്ടി അവരെ ധൈര്യപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനുവേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. അത് ദൈവം വച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കി കഷ്ടങ്ങൾ വരുമ്പോൾ അത് സ്തോത്രത്തോടെ നേരിടുവാൻ ഇടയാകണം എന്നാണ് ആശയം. 2:12 ഫിലിപ്പിയയിലുള്ള വിശ്വാസികൾക്ക് പൗലോസിനോടുള്ള ബന്ധത്തിൽ അഗൈതവുമായ സൗഹാർദ്ദവും അനുസരണവും ഉണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരം വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഈ വാക്യാംശം ഇപ്രകാരം വിവർത്തനം ചെയ്യാം എന്ന് വായിച്ചിട്ടുണ്ട്: നിങ്ങൾക്ക് ലഭിച്ച രക്ഷയെ പ്രവൃത്തിയിലൂടെ പ്രസിദ്ധമാക്കുവിൻ എന്ന്. മറ്റുള്ള സഭകളെ അപേക്ഷിച്ച് ഫിലിപ്പിയ സഭക്കാർ ഔദാര്യം കാണിക്കുന്നവർ ആയിരുന്നുവെന്ന് 4:15 വായിക്കുന്നു. എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു നന്നായി. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിങ്കൽ ഞാൻ മക്കെദോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് വ്യക്തമായി പറയുന്നു. കൂട്ടായ്മ കാണിക്കുമ്പോൾ ഉണ്ടാകേണ്ട അറിവ് 17 വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ദാനം കൊടുക്കുന്ന മനോഭാവത്തോടെയല്ല, ഏറിയ പ്രതിഫലം ലഭിക്കുന്നതിനുള്ള നിക്ഷേപമാണ് നടത്തുന്നത് എന്ന അറിവാണ് ദൈവനാമത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ടത്. 4:2-3 വാക്യങ്ങളിൽ ഫിലിപ്പിയ സഭയിലുള്ള അരുതായിക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സുവിശേഷ ഘോഷണത്തിൽ സഹോദരന്മാരായ ക്ലെമന്റിനോടും പൗലോസിനോടും കൂടെ പോരാടിയിരുന്ന സഹോദരിമാരായിരുന്നു യുവോദ്യ, സുന്തുക എന്നിവർ. അവർ തമ്മിലകന്ന് ചിന്തകൾ മാറി മറിഞ്ഞവരായി തീർന്നു. അവർ കർത്താവിലുള്ള ഏക ചിന്തയോടിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മാർത്തയോട് പറഞ്ഞ വാക്കുകൾ ഇത്തരുണത്തിൽ സ്മർത്യമാണ്: മാർത്തേ, നീ പലതിനെ ചൊല്ലി വിഷമിച്ചും മനം കലങ്ങിയും ഇരിക്കുന്നു. ഒന്നു മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ കാൽക്കലിരുന്ന് തിരുമൊഴി ശ്രദ്ധിക്കുന്നതാണ് അവൾ തിരഞ്ഞെടുത്തത്. അത് മതിയെന്നാണ് യേശു പറഞ്ഞത്. ആ വചനം ജീവനും ചൈതന്യവുമുള്ളതാകിയാൽ അതിൽ ആശ്രയിക്കാം. ഈ ലേഖനം നമ്മെ പല പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കലഹവും ഭിന്നതയും ദൂരീകരിച്ച് മുന്നേറുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് പ്രധാനമായിട്ട് ഉള്ളത്. ഫിലിപ്പിയ സഭ പല നല്ല കാര്യങ്ങളിൽ പ്രസിദ്ധി സമ്പാദിച്ചിരുന്നുവെങ്കിലും ചില ബലഹീനത അവരിൽ ഉണ്ടായിരുന്നു. വാഗ്വാദം തലപൊക്കി വിവാദവും മത്സരവും അവരുടെ ഇടയിലുണ്ടായി. സ്ത്രീകൾ കർത്താവിലുള്ള ചിന്ത വിട്ട് മേൽപ്പറഞ്ഞ അവയ്ക്ക് ആക്കം കൂട്ടി. യുവോദ്യ, സുന്തുക എന്നീ 2 സ്ത്രീകളുടെ പേരുകൾ മുമ്പ് പറഞ്ഞുവല്ലോ. ഇവരായിരിക്കാം ഈ വഴക്കിൽ പ്രധാന പങ്ക് വഹിച്ചവർ എന്ന് ചിന്തിക്കാം. ഇവർ തമ്മിൽ യോജിച്ച് കർത്താവിൽ നിലനിന്ന് പോകാൻ ഇടവരേണ്ടതിനായി പ്രബോധിപ്പിക്കുന്നുണ്ട്. എത്ര സഭകളാണ് കക്ഷി വഴക്കുകളും ഭിന്നതകളും കൊണ്ട് ഛിന്നഭിന്നമായി പോയത്. പൗലോസ് അവരോട് പറയുകയാണ്: നിങ്ങൾ ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ ഇരിപ്പിൻ. ഏക മനസ്സ് ഉള്ളവരായി മുന്നോട്ട് പോകുവിൻ. ഏക ചിന്തയോടുകൂടി പോരാടി ഏകാത്മാവിൽ ബലപ്പെടുവിൻ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാം. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകളാണ് മേലുദ്ധരിച്ചത്. ദേവസ്ഥാനം എന്നുള്ളത് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏവരും സോദരത്യേന വാഴുന്ന സ്ഥാനമാണ്.
യേശു കർത്താവ് മത്തായി സുവിശേഷം 23:8 പറഞ്ഞു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ എന്ന്. ധനനായിരിക്കുന്ന പൗലോസും ഫിലിപ്പ്യ ലേഖനത്തിൽ ആ സത്യം തന്നോട് ചേർത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. ജനനത്തിലും പാണ്ഡിത്യത്തിലും ശ്രേഷ്ഠനും കുലീനതയിലും ദൈവിക ചിന്തയിലും പ്രശംസാർഹനും സാമൂഹ്യ പദവിയിൽ ശ്രേഷ്ഠനും ആയിരുന്നുവെന്ന് ഫിലിപ്പ്യ ലേഖനം 3:4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വിവരിക്കുന്നുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ലാഭമെന്ന് ഗണിക്കപ്പെടുന്ന ഇത്തരം പദവികളെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി ജാതിപരമായ മാനവും മത തീഷ്ണതയും എല്ലാം വെടിഞ്ഞ് ക്രിസ്തുവിൽ ഉന്നതജാതനായി തീർന്നു. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണിയതായി ഫിലിപ്പിയർ 3:7-8 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ വിഷയത്തോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ മാതൃകയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ മനുഷ്യർ നിമിത്തം സ്വർഗീയ തേജസ്സും മഹത്വവും വെടിഞ്ഞ് തന്നെത്താൻ ഒഴിച്ച് ദാസവേഷമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഏതൊരാൾക്കും ഉള്ള മാതൃക ഇവിടെ കാണുന്നു. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ഫിലിപ്പ്യ ലേഖനം 2:5 കാണുന്നു. ദൈവത്തിൻ്റെ ആത്മ ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് ഫിലിപ്പ്യർ 3:3 വായിക്കുന്നു. അങ്ങനെ ചെയ്താൽ ആത്മീയ മനുഷ്യൻ ശക്തിപ്പെടും. അതിനായി ഏവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾക്ക് പൂർണ്ണവിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.